നമസ്കാരം. ബംഗളൂരുവിലെ രാമേശ്വരം കഫേയിൽ ഉണ്ടായ സ്ഫോടനത്തിന്റെ അന്വേഷണം ഭീകരവാദ സംഘടനകളിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ലോക്കൽ പോലീസും കേന്ദ്ര ഏജൻസികളും ഒക്കെയാണ് നിലവിൽ ഈ കേസ് സംയുക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കർണാടക പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും അതായത് NIA അതിനോടൊപ്പം തന്നെ NSGയും ഈ കേസിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ മൂന്ന് സംഘങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അവിടെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് ഇപ്പോഴും തുടരുന്നുമുണ്ട്. നൂതന ഫോറൻസിക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള തെളിവ് അടക്കം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. 50-ലധികം CCTV ക്യാമറകൾ പരിശോധന വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. കാരണം പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ആ പ്രതിയുടെ രൂപം അനുസരിച്ച് മറ്റെന്തെങ്കിലും നേരത്തെ ഭീകരവാദ കേസുകളിലും മറ്റും ബന്ധപ്പെട്ട ആരെങ്കിലുമായും ചായയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇതിനു മുൻപ് നഗരത്തിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സംശയിക്കപ്പെടുന്ന 2 ആളുകളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുന്നു എന്നതാണ്. അബ്ദുൾ മദീൻ താഹ, മുദസിർ സഹുസൈൻ എന്നിവരിലൂടെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് എത്താം എന്ന് തന്നെയാണ് NIA ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 2 പേരും ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. ഇവർക്കെതിരെ കേസുകളുണ്ട്. പ്രത്യേകിച്ചും ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് എത്തിയാൽ ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോഴും വിദേശത്ത് തന്നെ തങ്ങുന്നത്. എന്തായാലും നിലവിൽ ഇവർ വിദേശത്താണ് എങ്കിൽ പോലും ഇത് അന്വേഷണത്തെ ബാധിക്കില്ല. ഇവരെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നൊക്കെ NIA അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒന്നും പറഞ്ഞതല്ല, ഇത് ഗൗരവമില്ലാത്ത സംഭവമല്ല എന്നല്ല അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നത്. അവർ ഈ സംഭവത്തിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് തൊട്ട് മുൻപ് നടന്ന ഒരു ടെസ്റ്റ് ഡോസ് ആണോ ഈ രാമേശ്വരം കഫേയിലെ സ്ഫോടനം എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് IS ഉൾപ്പെടെയുള്ളവരുമായി ബന്ധമുള്ള പ്രതികളിലേക്ക് അവരിലൂടെ ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ NIA വളരെ ഊർജിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.